ഹായ് സ്റ്റുഡൻസ്, എൻ്റെ പേര് ജിനു. ഫോക്കസ് ട്യൂഷൻ സെന്ററിന്റെ മൈക്രോ ടിപ്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഫിസിക്സ് ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ചലഞ്ചിങ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് പ്രധാനമായിട്ട് ഇന്ന് ആദ്യത്തെ പാർട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 3 ടോപ്പിക്കുകളാണ്. എഫക്റ്റീവ് റെസിസ്റ്റൻസ്, മറ്റൊന്ന് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, മറ്റൊന്ന് ഡിസ്പെർഷൻ. ഓക്കെ, ഒന്നാമത്തെ ചാപ്റ്ററിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈ ചോദ്യം കാണുമ്പോൾ നമുക്ക് കണ്ടിട്ടുണ്ടാവും, പ്രീവിയസ് ചോദ്യം നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ, എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്നുള്ള ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇനിയും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എഫക്റ്റീവ് റെസിസ്റ്റൻസിൽ നമുക്ക് 2 രീതിയിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ പറ്റും. ഒന്ന് സീരീസും മറ്റൊന്ന് പാരലൽ രീതിയിലും. സീരീസിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണേണ്ട ഫോർമുല നമുക്കറിയാം, എന്താണ്? ഓക്കെ, ആർ എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2. പാരലൽ ആണെങ്കിൽ 2 റെസിസ്റ്റൻസ് ആണെങ്കിൽ ആർ എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഓർത്തോണം, ഇത് രണ്ടും പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഏതൊരു കണക്ക് വന്നാലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ചിത്രം കണ്ട് തന്നെ പിള്ളേര് പലരും പേടിച്ച് ചെയ്യാതെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ ക്ലാസ്സോടെ കൂടി നമ്മൾ അത് ആ പേടിയെല്ലാം മാറ്റാൻ പോവുകയാണ്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് 2 രീതി നമ്മൾ കണ്ടുപിടിക്കുന്നു. ഒന്ന് സീരീസിലും മറ്റൊന്ന് പാരലലും. സീരീസിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണേണ്ട ഫോർമുല R1 പ്ലസ് R2. പാരലൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണേണ്ട ഫോർമുല R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ഒബ്സർവ് ദ ഗിവൺ സർക്യൂട്ട്. ചിത്രം നിരീക്ഷിക്കുക. 2 ചിത്രമുണ്ട്, സർക്യൂട്ട് എയും സർക്യൂട്ട് ബിയും. ആദ്യത്തേല് എന്ത് കണക്ഷനാണ്? അത് പാരലൽ കണക്ഷൻ ആണ്. എങ്ങനെ മനസ്സിലാക്കാം നമുക്ക്? ഇത് പാരലൽ കണക്ഷൻ ആണോ സീരീസ് കണക്ഷൻ ആണോ എങ്ങനെ മനസ്സിലാക്കാം? കറണ്ട് എന്ത് ചെയ്യും? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട് പോകും അല്ലെ. ഇവിടെ ഒന്ന് നോക്കിയേ, ചിത്രത്തിൽ ഒന്ന് നോക്കിയേ. ഇവിടെ നിന്ന് തുടങ്ങുന്ന കറണ്ട് പോയി 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 എങ്ങോട്ട് പോകും? മുകളിൽ പോയതിനു ശേഷം ഇവിടെ എത്തിയതിനു ശേഷം ഒന്ന് ഇങ്ങോട്ടും പോകും, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും പോകും. അപ്പൊ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അത് ഏത് കണക്ഷനാണ്? പാരലൽ കണക്ഷൻ ആണ്. എന്നാൽ രണ്ടാമത്തെ ചിത്രം നോക്കിയേ, കറണ്ട് പോസിറ്റീവ് പോയി സ്പ്ലിറ്റ് ആവുന്നില്ല. ഒരു റെസിസ്റ്റൻസ് കിടന്നു, അടുത്ത റെസിസ്റ്റൻസ് കിടന്ന് തിരിച്ച് നെഗറ്റീവിലോട്ട് തന്നെ പോകുന്നുണ്ട്. അതിന്റെ അർത്ഥം അത് സീരീസ് കണക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ നോക്കിക്കോ, ആദ്യത്തെ ഏതാണ്? പാരലൽ, രണ്ടാമത്തത് സീരീസ് കണക്ഷൻ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. കാൽക്കുലേറ്റ് ദ റിസൾട്ടന്റ് റെസിസ്റ്റൻസ് ഇൻ സർക്യൂട്ട് എ ആൻഡ് സർക്യൂട്ട് ബി. അതായത് പാരലൽ കണക്ഷനിലെയും സീരീസ് കണക്ഷനിലെയും എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണേണ്ട ഫോർമുല സീരീസിൽ എന്താണ്? R1 പ്ലസ് R2. ഇതിൽ ഏതാണ് സീരീസ് കണക്ഷൻ? സർക്യൂട്ട് എ ആണോ ബി ആണോ? അതെ, സർക്യൂട്ട് ബി ആണ്. ഇതാണ് സീരീസ് കണക്ഷൻ അല്ലേ. അതിലപ്പോ നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണെങ്കിൽ 6 പ്ലസ് 6. ആദ്യത്തെ റെസിസ്റ്റൻസ് R1, രണ്ടാമത്തെ റെസിസ്റ്റൻസ് R2. അപ്പൊ 6 അധികം 6. 6 പ്ലസ് 6 എത്രയായിട്ട് എഫക്റ്റീവ് റെസിസ്റ്റൻസ്? 6 പ്ലസ് 6 ഈസ് ഈക്വൽ ടു 12 ഓം. അപ്പൊ രണ്ടാമത്തെ സർക്യൂട്ട് ബിയില് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര കിട്ടി? 12 ഓം ആണ് കേട്ടോ, ആംപിയർ അല്ല, ഓം ആണ്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? 12 ഓം ആണ്. 12 ഓം ആണ്. 12 ഓം ആണ്. ഓക്കെ, 12 ഓം. അപ്പോ സർക്യൂട്ട് ബിയിൽ എത്ര കിട്ടി? 12 ഓം. അപ്പൊ സർക്യൂട്ട് എയിൽ എത്ര കിട്ടും? അത് പാരലൽ കണക്ഷൻ ആണ്. പാരലൽ കണക്ഷൻ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് കാണേണ്ട ഫോർമുല R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഓക്കെ, അപ്പൊ സർക്യൂട്ട് എയില് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ഫോർമുല R1 R2 ബൈ R1 പ്ലസ് R2. അപ്പം 6 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 6 പ്ലസ് 6. 6 എത്ര? 36 ഡിവൈഡഡ് ബൈ 6 പ്ലസ് 6 12. 36 12 ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 3 ഓം എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര കിട്ടി? 3 ഓം എന്നും രണ്ടാമത്തെ 12 ഓം എന്നും കിട്ടി. ഓക്കെ, അപ്പൊ ഇത് തെറ്റില്ലല്ലോ. ഈ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചോ. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കും. ഓക്കെ, അതിന്റെ ബി പാർട്ട് നോക്കാം. വാട്ട് ഈസ് ദ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ് ഇൻ സർക്യൂട്ട് എ? സർക്യൂട്ട് എയിലൂടെയുള്ള കറണ്ടിന്റെ ഇന്റൻസിറ്റി എത്ര? കറണ്ട് എത്ര? അപ്പൊ സർക്യൂട്ട് എ എന്ന് പറയുമ്പോൾ പാരലൽ കണക്ഷൻ അല്ലേ. അപ്പൊ കറണ്ട് കണ്ടുപിടിക്കുന്ന ഫോർമുല നമുക്ക് ഓംസിലെ പ്രകാരം പഠിച്ചിട്ടുണ്ട് അല്ലേ. I is equal to V by R. I is equal to V by R. വി ചിത്രത്തിൽ വി ഉണ്ടോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വി തന്നിട്ടുണ്ടോ? ഒന്ന് നോക്കിയേ കേട്ടോ, 12 വോൾട്ട് കണ്ടോ, അതാണ് 12 വോൾട്ട്. വി ഉണ്ട്, 12 വോൾട്ട് ഡിവൈഡ് ബൈ R. ഈ R ഏതെടുക്കും? 2 6 ഓം ഉണ്ട്, അതെടുക്കോ? അത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എടുക്കോ? ഇവിടെ എടുക്കേണ്ടത് എഫക്റ്റീവ് റെസിസ്റ്റൻസിന്റെ R ആണ് കേട്ടോ. അപ്പൊ 12 ഡിവൈഡ് ബൈ 3 സമം 4 ആംപിയർ എന്ന് കിട്ടും. അപ്പൊ എത്ര കിട്ടി? 4 ആംപിയർ എന്ന് കിട്ടി. കറണ്ട് എത്ര കിട്ടി? 4 ആംപിയർ. സർക്യൂട്ട് അയയിലൂടെ ഒഴുകുന്ന കറണ്ട് 4 ആംപിയർ. ഇനി അടുത്ത ചോദ്യം, calculate the heat energy produced in circuit B if current flows for 30 minutes. അതായത് രണ്ടാമത്തെ സർക്യൂട്ടിൽ എത്ര ഹീറ്റ് ഉണ്ടായി എന്നാണ് ചോദ്യം അല്ലെ. രണ്ടാമത്തെ സർക്യൂട്ടിൽ എത്ര ഹീറ്റ് ഉണ്ടായി എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം. രണ്ടാമത്തെ സർക്യൂട്ടിൽ എത്ര ഹീറ്റ് ഉണ്ടായി നോക്കാനാണ് രണ്ടാമത്തെ സർക്യൂട്ടിൽ. അപ്പം ക്വസ്റ്റ്യൻ എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് നോക്കാം.
റെഫ്രിജറേറ്റർ റെസിസ്റ്റൻസ് അറിയാം, വോൾട്ടേജ് അറിയാം, വേറെ എന്തറിയാം, വേറെ ഒന്നും അറിയില്ല. ഇവിടെ ടൈം എന്ന് തന്നിട്ടുണ്ട് അല്ലേ, 30 മിനിറ്റ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഫോർമുല നമുക്ക് H കണ്ടുപിടിക്കണം, ഹീറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഫോർമുല H = I² RT, H = V² R/T, H = V8 എന്ന ഇഷ്ടംപോലെ ഫോർമുല ഉണ്ട്. നമുക്ക് അറിയേണ്ടത് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ഏതെന്ന് അറിയണം. അപ്പൊ തന്നിട്ടുള്ളത് V തന്നിട്ടുണ്ട് 12, R കിട്ടി, എഫക്റ്റീവ് റെസിസ്റ്റൻസ് 12, അതുപോലെ തന്നെ ടൈം തന്നിട്ടുണ്ട് 30 മിനിറ്റ്. 30 മിനിറ്റിനെ സെക്കൻഡിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, 30 × 60. ഓക്കെ, അപ്പൊ ടൈം, അപ്പൊ ഫോർമുല എന്ത് വരും, H = V² R × T എന്ന് വരും. ഓക്കെ, അപ്പൊ V എത്ര കിട്ടി, 12. 12 സ്ക്വയർ എന്ന് എഴുതുന്നതിനേക്കാളും 12 × 12 / R, R 12 തന്നെ ഇൻറ്റു ടൈം 30 × 60. ഓക്കെ, ശ്രദ്ധിക്കണേ. ഇങ്ങനെ ചെയ്തതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ വെട്ടി ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. 12 സ്ക്വയർ 144 എഴുതുന്നതിനേക്കാളും 12 × 12, അപ്പൊ ഒരു 12ഉം മറ്റേ 12 നമുക്ക് എന്ത് ചെയ്യാം, വെട്ടാം. ഇനി 30 × 60 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 1800 കിട്ടും. 1800നെ 12 കൊണ്ട് ഗുണിച്ചാൽ, നമുക്ക് സൈഡിൽ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 21600. ഹീറ്റിന്റെ യൂണിറ്റ് എന്താണ്, ജൂൾ. ഓക്കെ, അപ്പം 21,600 ജൂൾ എന്ന് കിട്ടും. നമുക്ക് എത്ര കിട്ടി, 21,600 ജൂൾ. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷയ്ക്ക് ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഇഷ്ടംപോലെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. മക്കളെ, ഇതൊന്നും മറക്കല്ലേ, ഇത് ഉറപ്പായിട്ടും പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകും. അപ്പൊ ആദ്യത്തെ നമ്മൾ കഴിഞ്ഞു, എഫക്റ്റീവ് റെസിസ്റ്റൻസിൽ ഈ കണക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പഠിക്കണം. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തത്. ഇത് പലർക്കും കൺഫ്യൂസിങ് ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ അല്ലേ, ടോട്ടൽ ഇന്റർണൽ റിഫ്രഷൻ. പലരും പഠിക്കാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്യുന്ന ഒരു പോർഷൻ അല്ലേ ഇത്. ടോട്ടൽ ഇന്റർണൽ റിഫ്രഷനിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ്. ഈ ചിത്രങ്ങളെല്ലാം ഇതുപോലെ തന്നെ പഠിക്കുക. എന്നാലും എന്താണ് ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ നമുക്ക് അറിയണ്ടേ. അപ്പൊ ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ അറിയുന്നതിന് മുമ്പ് നമുക്ക് ക്രിട്ടിക്കൽ ആംഗിളിനെ കുറിച്ച് അറിയണ്ടേ. ക്രിട്ടിക്കൽ ആംഗിളിനെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് കുറച്ചുകൂടെ ബേസിക് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം ലൈറ്റിന്റെ പാഠമാണല്ലോ ഈ പാഠം. അപ്പൊ ലൈറ്റിന്റെ പ്രതിഭാസം അല്ലെങ്കിൽ ലൈറ്റ് പറഞ്ഞ പ്രത്യേകത, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്ന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിലോട്ട് ലൈറ്റ് വരും. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരു ചിത്രം വരച്ചു. ഇത് 2 മീഡിയം, ആദ്യത്തത് മീഡിയം 1 എന്നും രണ്ടാമത്തത് മീഡിയം 2 എന്നും ഇരിക്കട്ടെ. അപ്പം രണ്ടാമത്തെ മീഡിയത്തിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലും ആദ്യത്തെ മീഡിയത്തിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണെങ്കിൽ ലൈറ്റ് എങ്ങോട്ട് പോകും, നോർമലിൽ നിന്ന് ദൂരെ പോകും. നോർമലിൽ നിന്ന് ഇതേയും ദൂരെ പോകും. ഓക്കെ, നമുക്ക് ഇവിടെ ആംഗിൾ നോക്കാം. നോർമലും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും റിഫ്രാക്റ്റീവ് ആംഗിളുമായിട്ടുള്ള ആംഗിൾ എന്തായിരിക്കും ഇവിടെ, കൂടുതലായിരിക്കും. ഇപ്പോൾ ഉദാഹരണം ഇതൊരു 30 ഡിഗ്രി ആണെങ്കിൽ ഉറപ്പായിട്ട് ഇതിനെക്കാട്ടി കുറവായിരിക്കും ഇവിടുത്തെ ആംഗിൾ. ഓക്കെ, അപ്പോൾ ഒരു 25 ഡിഗ്രി എന്ന് ഇടാം. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നത് ലൈറ്റ് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിന്ന് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിലോട്ട് പോകുമ്പോൾ ഈ ലൈറ്റ് നോർമലിൽ നിന്ന് ദൂരോട്ട് പോകും. ഇനി നേരെ തിരിച്ച് ലൈറ്റ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി പോയപ്പോൾ ഇതിപ്പോ പറഞ്ഞു, ലൈറ്റ് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വരുമ്പോൾ എന്ത് പറ്റും, അത് നോർമലിനോട് അടുത്തോട്ട് വരും. ഓക്കെ, എന്നാൽ എന്താണ് ടോട്ടൽ ഇന്റർണൽ റിഫ്രഷൻ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് നോക്കാം. ക്രിട്ടിക്കൽ ആംഗിൾ പറയുന്നത് വെച്ചാൽ ലൈറ്റ് എവിടെ നിന്ന് എങ്ങോട്ട് പോകണം. ഒന്നാമത് പഠിച്ചോ, പഠിക്കാൻ പറ്റാത്തവർ ഇപ്പൊ തന്നെ പഠിച്ചു മക്കളെ. ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ലൈറ്റ് പോകേണ്ടത് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിന്ന് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിന്ന്, ഗ്രേറ്റർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിന്ന് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, ഒന്നാമത്തെ കണ്ടീഷൻ. അങ്ങനെ ലൈറ്റ് പോകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, ഇത് നോർമലിൽ നിന്ന് അല്ലെങ്കിൽ നോർമലിന് 90 ഡിഗ്രി ആയിട്ട് റിഫ്രാക്ട് ചെയ്യുന്ന ഒരു ആംഗിൾ ഉണ്ട്. അങ്ങനെ ഉണ്ടാവുന്ന ആംഗിൾ ഓഫ് ഇൻസിഡന്റിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. മനസ്സിലായില്ല അല്ലേ? നമുക്കൊരു ചിത്രം വരച്ച് നോക്കാം. ഓക്കെ, ഇപ്പൊ ഇത് 2 മീഡിയം 1, മീഡിയം 2, ഇത് മീഡിയം 1, ഇത് മീഡിയം 2. ഓക്കെ, മീഡിയം 2ന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ്, മീഡിയം 1ന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണെന്ന് വെച്ചു. അപ്പൊ ലൈറ്റ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിന്ന് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിലോട്ട് പോവുകയാണ്. ഓക്കെ, അങ്ങനെ പോയപ്പോഴത്തേക്കും ഏതോ ഒരു ആംഗിൾ അടിച്ചപ്പോ, ഇപ്പം എക്സാമ്പിൾ M2 എന്ന മീഡിയം വാട്ടർ എന്നിരിക്കട്ടെ. അപ്പൊ വാട്ടറിൽ 48.6 ഡിഗ്രിയിൽ അടിച്ചപ്പോഴത്തേക്കും ലൈറ്റ് റേ നോർമലിന് 90 ഡിഗ്രി ആയിട്ട് പോയി. നോർമലിന് എന്ത് ചെയ്തു, 90 ഡിഗ്രി ആയിട്ട് പോയി. അപ്പോ കിട്ടിയില്ലേ 48.6 ഡിഗ്രി. അതാണ് വാട്ടറിന്റെ എന്ത്, ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പൊ ഓരോ മീഡിയത്തിലും ക്രിട്ടിക്കൽ ആംഗിൾ എന്ത് ചെയ്യും, മാറിക്കൊണ്ടിരിക്കും. അപ്പൊ വാട്ടറിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ്, 48.6 ഡിഗ്രി. അപ്പൊ എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ, ലൈറ്റ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിന്ന് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും, നോർമലിൽ നിന്ന് അല്ലെങ്കിൽ നോർമലിന് 90 ഡിഗ്രി ആയിട്ട് പോകുന്ന റിഫ്രാക്റ്റീവ് ആംഗിളിന് സമാനമായിട്ടുള്ള ആംഗിൾ ഓഫ് ഇൻസിഡന്റ് വിളിക്കുന്ന പേരാണ് എന്ത്, ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പൊ ക്രിട്ടിക്കൽ ആംഗിൾ പഠിച്ചോ. when a ray of light passes from greater optical density to lower optical density, the angle of incident at which the angle of refraction become 90 degree. such angle is called critical angle. പഠിച്ചോ മക്കളെ. വാട്ടറിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ്, 48.6 ഡിഗ്രിയാണ്. എന്നാൽ
ഗ്ലാസിന്റെ എത്രയെന്ന് നോക്കുകയാണെങ്കിൽ ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ 42 ഡിഗ്രിയാണ്. എത്രയാണ്? 42 ഡിഗ്രി. ഓക്കെ, ക്രിട്ടിക്കൽ ആംഗിൾ പഠിച്ചെങ്കിൽ ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ ഒന്നുമില്ല, അത് കുറച്ചും കൂടെ എളുപ്പമാണ്. നോക്കിക്കോ, ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെയാണ്. ലൈറ്റ് എവിടെ നിന്ന് ഇങ്ങോട്ടേനെ പോകണം? ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിന്ന് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ പോകുന്ന ലൈറ്റ് റേ അങ്ങനെ പോകുമ്പോൾ ക്രിട്ടിക്കൽ ആംഗിളെക്കാളും കൂടുതൽ പോകണം. ക്രിട്ടിക്കൽ ആംഗിളെക്കാളും കൂടുതൽ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ തിരിച്ച് അത് റിഫ്രാക്ഷൻ നടക്കാതെ തിരിച്ച് സെയിം മീഡിയത്തിൽ തന്നെ എന്ത് ചെയ്യും? റിഫ്ലക്ഷൻ നടക്കും. ഈ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അഥവാ പൂർണ്ണാന്തര പ്രതിപതനം എന്ന് പറയും. ഓക്കെ, പൂർണ്ണാന്തര പ്രതിപതനം അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓക്കെ, അതിന്റെ ചിത്രമാണ് നമുക്ക് ഇന്ന് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ലൈറ്റ് റേസ് എൻറ്ററിങ് ഇൻടു എയർ ഫ്രം ഗ്ലാസ്. നമുക്കറിയാം ഗ്ലാസിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണ്, ഗ്ലാസിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ്. ആരെക്കാളും? എയറിനെക്കാളും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ്, ഗ്ലാസിന് എയറിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണ്. ഒബ്സർവ് ദ ഫിഗേഴ്സ് ആൻഡ് ആൻസർ ദ ഗിവൺ ക്വസ്റ്റ്യൻ. എന്നാൽ താഴെ തന്നിരിക്കുന്ന ചിത്രം നോക്കിയിട്ട് ഉത്തരങ്ങൾ എഴുതുക. ഓക്കെ, നമുക്ക് 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ എല്ലാ കേസിലും എവിടെ നിന്ന് എങ്ങോട്ടാണ് ലൈറ്റ് പോകുന്നത്? ഗ്ലാസിൽ നിന്ന് എയറിലോട്ടാണ് ലൈറ്റ് പോകുന്നത്. എല്ലാത്തിലും ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിന്ന് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിലാണ് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ട, ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ്? 42 ഡിഗ്രിയാണ്. ഓർത്തോളെ, 42 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പം ആദ്യത്തെ ചോദ്യം തന്നെ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് ഹിയർ? ഇവിടെ ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ്? 42 ഡിഗ്രിയാണ്. എത്രയാണ്? 42 ഡിഗ്രി. 42 ഡിഗ്രി. ഓക്കെ, അതെന്ന് ശ്രദ്ധിക്കണേ, 42 ഡിഗ്രി. ഓക്കെ, ആദ്യത്തെ ചിത്രം നോക്കിക്കോ. ഗ്ലാസ്സിൽ നിന്ന് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിന്ന് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ 28 ഡിഗ്രിയിൽ ചരിഞ്ഞാണ് പോകുന്നത്. അപ്പൊ 42 ഡിഗ്രി എത്തിയില്ല. അപ്പൊ ഇവിടെ എന്ത് നടക്കൂല? ക്രിട്ടിക്കൽ ആംഗിളോ ടോട്ടൽ റിഫ്രാക്ഷനോ നടക്കില്ല, വെറും റിഫ്രാക്ഷൻ മാത്രമേ നടക്കത്തുള്ളൂ. രണ്ടാമത്തെ ചിത്രം, അവിടെ 42 ഡിഗ്രിയിലാണ് പോകുന്നത്. അപ്പൊ ഉറപ്പായിട്ട് അവിടെ എന്ത് നടക്കും? ക്രിട്ടിക്കൽ ആംഗിൾ സംഭവിക്കും. മൂന്നാമത്തെ ചിത്രം, 42 ഡിഗ്രിയെക്കാളും കൂടുതൽ ചരിച്ചടിക്കുന്നു. അപ്പൊ ഇവിടെ എന്ത് നടക്കും? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഓക്കെ, ഇപ്പം വിച്ച് ഫിഗർ റെപ്രസെന്റ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? ഇതിൽ ഏത് ഫിഗർ ആണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കാണിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ സി ആണ് എന്ത് ചെയ്യുന്നത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കാണിക്കുന്നത്. ഇനി എക്സ്പ്ലെയിൻ ടോട്ടൽ ഇന്റേണൽ. കുറച്ചു മുമ്പ് പറഞ്ഞു എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലെ? എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? ലൈറ്റ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിന്ന് ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിലോട്ട് പോകുമ്പോൾ ക്രിട്ടിക്കൽ ആംഗിളെക്കാളും കൂടുതൽ ചരിച്ചടിക്കുകയാണെങ്കിൽ ലൈറ്റ് റേസ് എന്ത് ചെയ്യും? സെയിം മീഡിയത്തിൽ തന്നെ റിഫ്ലക്ഷൻ ചെയ്യും. റിഫ്രാക്ഷൻ അല്ല, റിഫ്ലക്ഷൻ ചെയ്യുന്ന ആ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇനി നാലാമത്തത്, റൈറ്റ് എനി 2 ഇൻസ്റ്റൻസ് ദാറ്റ് മേക്ക് യൂസ് ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഞാൻ ഉറപ്പായിട്ടും പറയട്ടെ മക്കളെ, ഇവിടുന്ന് 2 മാർക്കിന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പഠിച്ചോ, ഇവിടുന്ന് 2 മാർക്കിന് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. ഓക്കെ, റൈറ്റ് ഇൻ 2 ഇൻസ്റ്റൻസ് ദാറ്റ് മേക്ക് യൂസ് ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ 2 ഡെയിലി ലൈഫിൽ 2 ആപ്ലിക്കേഷൻ എന്തൊക്കെയെന്ന് വെച്ചാൽ 2 എണ്ണം പഠിച്ചു. ഒന്ന് ഒപ്റ്റിക്കൽ ഫൈബർ, ടെലികമ്മ്യൂണിക്കേഷനിലെ ഒപ്റ്റിക്കൽ ഫൈബർ. മറ്റൊന്ന് മെഡിക്കൽ ഫീൽഡിലെ എൻഡോസ്കോപ്പ്. അപ്പൊ എന്തൊക്കെയാണ്? ഒന്ന് ഒപ്റ്റിക്കൽ ഫൈബർ. ഒപ്റ്റിക്കൽ ഫൈബർ എന്താണ് ഈ ഒപ്റ്റിക്കൽ ഫൈബർ? നമ്മൾ കേബിളൊക്കെ ഇല്ലേ, അതിൻ്റെ അകത്തുള്ള വയറാണത് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞു. മറ്റൊന്ന് എൻഡോസ്കോപ്പ്. ഇത് രണ്ടോടെ എന്ത് മക്കളെ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷന്റെ മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ പഠിച്ചു, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്ര? 42 ഡിഗ്രി. വാട്ടറിന്റേത് 48.6 ഡിഗ്രി. എന്നാൽ എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ? ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും കൂടുതൽ ചരിഞ്ഞ് പതിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. ഇനി പ്രധാനപ്പെട്ട 3ാമത്തെ ക്വസ്റ്റ്യൻ അല്ലെ, ഇത് ഡിസ്പേർഷൻ എന്ന ചാപ്റ്ററിൽ നിന്നാണ് അല്ലെ, ചാപ്റ്റർ 6ാമത്തെ. മക്കളെ ഇത് ശ്രദ്ധിക്കണം, പലരും ഇത് തെറ്റിക്കാറുണ്ട്. എളുപ്പമെന്ന് വിചാരിച്ച് നമ്മൾ ഇത് നിസ്സാരവൽക്കരിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് പണി കിട്ടാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. ദ ഫിഗർ given below shows dispersion of white light when it passes through a prism. ആദ്യം എന്താണ് ഡിസ്പേർഷൻ എന്ന് പഠിച്ചിട്ടില്ല. എന്താണ് ഡിസ്പേർഷൻ അല്ലെങ്കിൽ എന്താണ് പ്രകീർണനം? ഡിസ്പേർഷൻ ഈസ് ദ ഫിനോമിന ഓഫ് സ്പ്ലിറ്റിംഗ് അപ്പ് ഓഫ് കോമ്പോസ്റ്റ് ലൈറ്റ് ഇൻടു കോൺസ്റ്റന്റ് കളേഴ്സ്. അതായത് സമന്വിത പ്രകാശത്തെ ഘടകവർണ്ണങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് ഡിസ്പേർഷൻ. കുറച്ചും കൂടെ പറഞ്ഞാൽ ധവളപ്രകാശം അല്ലെങ്കിൽ വെള്ള വെളിച്ചത്തെ മഴവിന്റെ 7 നിറങ്ങളില്ലേ, അതാക്കുന്ന പ്രക്രിയയാണ് എന്ത് മക്കളെ? ഡിസ്പേർഷൻ. ഡിസ്പേർഷന്റെ സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഒരു റെഗുലർ അറേ കിട്ടും. ആ റെഗുലർ അറേ വിളിക്കുന്ന പേരാണ് എന്ത്? വിസിബിൾ സ്പെക്ട്രം. കണ്ട, നമ്മള് വിസിബിൾ സ്പെക്ട്രം ഇതൊക്കെ വൺ വേണ്ടി ചോദിക്കാം കേട്ടാ. ഡിസ്പേർഷന് ശേഷം ഒരു റെഗുലർ അറേ ഓഫ് കളർ ഫോം ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വിസിബിൾ സ്പെക്ട്രം. അപ്പൊ എന്താണ് ഡിസ്പേർഷൻ? പലർക്കും സ്കാറ്ററിംഗും ഡിസ്പേർഷൻ നമ്മളൊക്കെ തിരിയാറുണ്ട്. അപ്പൊ എന്താണ് ഡിസ്പേർഷൻ? കോമ്പോസിറ്റ് ലൈറ്റിനെ കോൺസ്റ്റന്റ് കളറാക്കി സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പേർഷൻ. തെറ്റിക്കല്ലേ? ഓക്കെ, അവിടത്തെ ഉള്ളൊരു ചോദ്യമാണ്. ഈ ഡിസ്പേർഷന്റെ സമയത്ത് ശ്രദ്ധിക്കുക, ഡിസ്പേർഷന്റെ സമയത്ത് വേവ് ലെങ്ത് കൂടിയ കളർ വളരെ കുറച്ച് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഡീവിയേറ്റ് ചെയ്യത്തുള്ളൂ.
എന്നാൽ വേവ് ലെങ്ത് കുറഞ്ഞ കളറ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യും? ഡീവിയേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം ഏത് കളറിനാണ് വേവ് ലെങ്ത് കൂടുതൽ. ഓക്കെ, വേവ് ലെങ്ത് കൂടുതലാക്കാന്ന് ചോദിച്ചാൽ അത് റെഡിനാണ്. വേവ് ലെങ്ത് കൂടുതലാക്കാന്ന് ചോദിച്ചാൽ അതാക്കാണ് റെഡിനാണ്. ഓക്കെ, വേവ് ലെങ്ത് കൂടുതൽ റെഡിനാണ്. അപ്പൊ വേവ് ലെങ്ത് കുറവായിരിക്കും വയലറ്റ്. വേവ് ലെങ്ത് കുറവാക്കാണ് വയലറ്റിനാണ്. വേവ് ലെങ്ത് കുറവ് വയലറ്റിന്. അതുകൊണ്ട് മക്കൾ എങ്ങനെ പഠിച്ചോ? വിബ്ജിയർ എന്ന് ഓർമ്മയുണ്ടോ? മഴവില്ലിന്റെ കളർ വിബ്ജിയർ. ആ വിബ്ജിയറിന്റെ പി ടോപ്പിലാണെങ്കിലും അതിന് വേവ് ലെങ്ത് വളരെയധികം കുറവാണ്. അതിന്റെ ഏറ്റവും അവസാനം വരുന്ന ലെറ്റർ ആർ റിപ്രസെന്റ് ചെയ്യുന്ന റെഡിനാണ്. അതിന് വേവ് ലെങ്ത് വളരെയധികം കൂടുതലാണ്. ഓക്കെ, ഇനി പഠിച്ചോ. ഡിസ്പേഴ്സിന് ശേഷം ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്ന കളർ ഏതാണ്? ഓക്കെ, ചിത്രത്തിൽ തന്നെ തന്നിട്ടുണ്ട്. ചിത്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ വയലറ്റിനാണ് എന്ത് ചെയ്യുന്നത്? കൂടുതൽ ഡീവിയേഷൻ സംഭവിക്കുന്നത്. എന്തുകൊണ്ട്? വയലറ്റിന് വേവ് ലെങ്ത് കുറവായിട്ട് അതിന് കൂടുതൽ ഡീവിയേഷൻ സംഭവിക്കുന്നത്. ബി പാർട്ട് ക്വസ്റ്റ്യൻ, വിച്ച് കളർ ഓഫ് ദ വിസിബിൾ ലൈറ്റ് ഹാസ് ലോങ്സ്റ്റ് വേവ് ലെങ്ത്? ഏതിനാണ് വേവ് ലെങ്ത് കൂടുതൽ? തന്നിരിക്കുന്നതിൽ റെഡിനാണ് വേവ് ലെങ്ത് കൂടുതൽ. അടുത്ത ചോദ്യം, ഡ്യൂറിംഗ് ദ ഡിസ്പേർഷൻ ഈച്ച് കളർ ഹാസ് ഗോട്ട് ഡിഫറെന്റ് ഡീവിയേഷൻ. വൈ? എന്തുകൊണ്ട് ഓരോ കളറിനും ഡിസ്പേർഷന്റെ സമയത്ത് വ്യത്യസ്ത രീതിയിൽ ഡീവിയേഷൻ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഓരോ കളറിനും ഓരോ വേവ് ലെങ്ത് ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഓരോ കളറും ഒരുപോലെ ഡിസ്പേർഷൻ ചെയ്യാതെ ഓരോ രീതിയിൽ ഡീവിയേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ തെറ്റിക്കല് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ള കളർ ഏതാണ്? അത് റെഡ് ആണ്. അത് കുറച്ച് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഡിസ്പേർഷൻ സംഭവിക്കത്തുള്ളൂ. ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് റെഡിന്, ഏറ്റവും കുറച്ച് വേവ് ലെങ്ത് ഉള്ള ആക്കാണ് വയലറ്റിനാണ്. അത് കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്പേർഷൻ ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ അപ്പോൾ റിലേഷൻ ഒന്ന് പഠിക്കാം. വേവ് ലെങ്തും ഡിസ്പേർഷനും തമ്മിലുള്ള റിലേഷൻ എന്ന് വെച്ചാൽ വേവ് ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ ഡിസ്പേർഷനും കൂടും. അതാണ് റിലേഷൻ. അതല്ല കേട്ടാ. വേവ് ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ ഡിസ്പേർഷൻ എന്ത് ചെയ്യും? കുറയും. അതാണ് റിലേഷൻ. ഓക്കെ, വേവ് ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഡിസ്പേർഷൻ കുറയും. ഓക്കെ മക്കളെ, ഈ 3 ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശ്രദ്ധിച്ച് പഠിച്ചോണം. ഓക്കെ, ഇതൊരു പാർട്ടിൽ നമ്മൾ ഇന്നത്തെ ഈ പാർട്ടിലെ വീഡിയോകളെല്ലാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം.